തൃശൂർ നാട്ടികയിൽ RSS പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. RSS തൃപ്രയാർ ഖണ്ഡ് ശാരീരിക് പ്രമുഖ് ഷെറിൻ തിലകന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം. വീടിൻ്റെ ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർത്തു. വീട്ടുവളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെയും ചില്ലുകൾ തകർത്തു. ഞാൻ ആദ്യം വിചാരിച്ച വീടിൻ്റെ ഉള്ളിൽ കുട്ടികളാരെങ്കിലും ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള നിലയ്ക്കാണ് വീടിൻ്റെ അകത്തേക്കാണ് പോയത്. പിന്നീട് ഗ്ലാസ് ചില്ലുകൾ പൊട്ടിക്കിടക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് ഗ്ലാസ്സാണ് പൊട്ടിയത്. അത് ജനൽ ചില്ല്, അടുക്കളയുടെ മുന്നിലുള്ള ജനലിൻ്റെ ചില്ലാണ് പൊട്ടിയെന്നുള്ളത് മനസ്സിലായത്. ഓടി ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ വേറെ ആരും കണ്ടില്ല. പക്ഷേ കല്ല് താഴ്ത്ത് വീണ് കിടക്കുന്നത് കണ്ടു, ചില്ലുകളാകെ ചെതറി കിടക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് ഇറങ്ങി. പിന്നെ ഇപ്പുറത്തെ ഗേറ്റിൻ്റെ അതിൽ വന്നപ്പോഴാണ് കണ്ടത് ഈ നമ്മൾ പാർക്ക് ചെയ്ത് വീടിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാറിൻ്റെ പിൻവശത്തെ ചില്ലും അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അതുകൂടാതെ കാറിൻ്റെ സൈഡിലുള്ള ചില്ലുകളും പൊട്ടിക്കാനായിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട്. കല്ലുകൊണ്ട് അടിച്ചിട്ടുണ്ട്, പക്ഷെ പൊട്ടിക്കാനായിട്ട് സാധിച്ചില്ല. തൃശ്ശൂരിൽ നിന്ന് മനോജ് ചേരുന്നു. മനോജ്, എന്താണ് പ്രകോപനത്തിന് കാരണം? ആരാണ് ആക്രമണത്തിന് പിന്നിൽ? അനിൽ നമ്പ്യാർ, കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. RSS പ്രവർത്തകനായിട്ടുള്ള ഷെറിൻ തിലകനും ഭാര്യയും കുട്ടികളുമാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വീടിനുള്ളിൽ TV കാണുന്നതിനിടയിലാണ് ഈ വലിയ ശബ്ദം കേൾക്കുന്നതും പിന്നാലെ പുറത്തിറങ്ങി നോക്കുന്നതും. പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഈ ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർത്ത നിലയിലും അതോടൊപ്പം ഈ വീട്ടുവളപ്പിലിട്ടിരുന്ന കാറിന്റെ ചില്ലുകൾ തകർത്ത നിലയിലും കാണുന്നത്. ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടെന്നും സംഭവത്തിന് പിന്നിൽ ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്നുമാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും വലപ്പാട് പോലീസ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിംഗർ പ്രിന്റ് ശേഖരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് ഉള്ള മറ്റ് ലഹരി മാഫിയയുള്ള ബന്ധമുള്ള ആൾക്കാരാണോ എന്നുള്ള കാര്യമൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായും ഈ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ വലപ്പാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ BJP നേതൃത്വവും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം നടക്കുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് എന്നുള്ള കാര്യമാണ് ഈ വ്യക്തമാക്കുന്നത്. ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഈ പ്രദേശത്ത് നേരത്തെ തന്നെ തുടരുന്നതാണ്. അത് തന്നെയാണ് ഈ ഒരു ആക്രമണത്തിനും കാരണമെന്ന് തന്നെയാണ് ഈ BJP നേതാക്കളും ഉന്നയിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ RSSന്റെ ചുമതലയുള്ള ഷെറിന്റെ വീടിന് നേരെയാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ഈ കുട്ടികളും ഭാര്യയും വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് ഈ ആർക്കും പരിക്കേറ്റിട്ടില്ല. എന്തായാലും ഈ വീട്ടുവളപ്പിലിട്ടിരുന്ന വാഹനത്തിനും അതോടൊപ്പം വീടിന്റെ ജനൽ ചില്ലുകളുമാണ് തകർന്നിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. തൃശ്ശൂർ നാട്ടികയിൽ RSS പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. M മനോജാണ് വിവരങ്ങൾ നൽകിയത്.